നമസ്കാരം. കേരള ടൈംസ് ട്രയൽ റൺ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യമായി ഡൽഹിയിൽ പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും കണ്ട് കേരള വികസനത്തിന് സഹകരണം അഭ്യർത്ഥിച്ചു. ിൽ നവകേരള യാത്രയിലുണ്ടായ മർദ്ദനത്തിൽ മുൻമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാറിനെയും മറ്റു 4 സുരക്ഷാ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷാഫലം വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ പ്രഖ്യാപിച്ചു. കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് SFI നടത്തിയ മാർച്ചിൽ ലാത്തിചാർജും ജലപീരങ്കി പ്രയോഗവും നടത്തി. ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിന്റെ പേരിൽ നോട്ട്ബുക്ക് ഇറക്കി സപ്ലൈകോ. ഇന്ധന വിലവർദ്ധനവിനെതിരെ പരക്കെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും കണ്ട് വിശദമായ ചർച്ചകൾ നടത്തിയ വി ഡി സതീശൻ ജൂൺ മാസത്തിൽ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിന് മുന്നോടിയായുള്ള ഈ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ വികസനമായിരുന്നു ചർച്ചാ വിഷയമെന്ന് ഓർമ്മിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും ധനകാര്യമന്ത്രി നിർമ്മല സീതാറാമിൽ നിന്നും അനുകൂലമായ പ്രതികരണം ഉണ്ടാകുമെന്ന് ഡൽഹിയിൽ കേരള ഹൗസിലെ മാധ്യമ പ്രവർത്തകരോട് മുഖ്യമന്ത്രി പറഞ്ഞു. വി ഡി സതീശൻ മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത തീരുമാനമായ ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുണ്ടായ കേസിൽ SITയെ പ്രഖ്യാപിച്ചതിനു ശേഷം അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 25 വർഷമായി ഗൺമാനായി തുടരുന്ന അനിൽകുമാർ, സന്ദീപ്, വിപിൻ, ഷൈജു, അരുൺ എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചു. 2023 മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന AD തോമസ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള MLA ആണ്. ജനാധിപത്യത്തിന്റെ വിജയമാണ് പ്രതികളെ സസ്പെൻഡ് ചെയ്തതെന്ന് MLA അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ പ്രഖ്യാപിച്ചു. 4,25,000 പേർ പരീക്ഷ എഴുതിയതിൽ 2,90,398 പേർ ഉപരിപഠനത്തിന് അർഹരായി എന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. 77.97% വിജയത്തിൽ പെൺ ആധിപത്യമാണ് എന്ന് മന്ത്രി അവകാശപ്പെട്ടു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 380 സ്കൂളുകളിൽ 25,259 പേർ പരീക്ഷ എഴുതിയതിൽ 18,311 പേർ വിജയിച്ച് 72.49% വിജയം രേഖപ്പെടുത്തി. സയൻസ് ഗ്രൂപ്പിൽ 71%, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൽ 71.50%, കൊമേഴ്സ് ഗ്രൂപ്പിൽ 78.59% വിജയിച്ചു. 162 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ നേടാനായി എന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു. കേരളം ഇനി സമരമുഖം. കേരള സർവകലാശാല യൂണിയൻ വിജയാഘോഷങ്ങൾക്കിടെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും SFI ആഹ്വാനം ചെയ്ത പ്രതിഷേധ മാർച്ചിൽ മലപ്പുറത്ത് ലാത്തിചാർജും വിവിധ ഇടങ്ങളിൽ ജലപീരങ്കിയും പ്രയോഗിക്കേണ്ടി വന്നതായി അറിയുന്നു. കണ്ണൂരിൽ SP ഓഫീസിലേക്ക് ഇരച്ചുകയറിയ സമരക്കാർ കമ്മീഷണറുടെ വാഹനത്തിന്റെ ചില്ലുകൾ തകർത്തതായി ആരോപണമുണ്ട്. സംയമനം പാലിച്ച പോലീസിനെ പോടാ പുല്ലേ പോലീസേ എന്ന മുദ്രാവാക്യം മുഴക്കി അധിക്ഷേപിക്കാനും സമരക്കാർ മറന്നില്ല. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിന്റെ ഓർമ്മയ്ക്കായി സപ്ലൈകോ ആലിൻ നോട്ട്ബുക്ക് പുറത്തിറക്കി. ആലിന്റെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ മന്ത്രി അനൂപ് ജേക്കബ് ബുക്ക് ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ ജില്ലയുടെ അസിസ്റ്റന്റ് കളക്ടറായി പ്രീതി AC ചുമതലയേറ്റു. കേരള കേഡറിലെ 2025 ബാച്ച് IAS ഉദ്യോഗസ്ഥയാണ് പ്രീതി. കർണാടക മൈസൂർ ജില്ലയിലെ അങ്കനഹള്ളി സ്വദേശിനിയാണ് അസിസ്റ്റന്റ് കളക്ടറായി ചുമതലയേറ്റ പ്രീതി. ഇന്ധന വിലവർധനയിൽ വിവിധ സംഘടനകൾ പ്രതിഷേധിച്ചു. ഇന്ധന പാചകവാതക വിലവർധനയ്ക്കെതിരെ തൃശൂർ ജില്ലാ ആം ആദ്മി പാർട്ടി തൃശൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ CS ഉണ്ണികൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പോളി ഗുരുവായൂർ, ബിന്നി പോന്തോക്കൻ എന്നിവർ സംസാരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.